ഹെൽത്ത് ഇൻഷുറൻസുമായി ആളുകൾക്ക് പൊതുവായുള്ള സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസ് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള വഴി, നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെറുതോ വലുതോ ആയിക്കോട്ടെ ഒരു അസുഖം വന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിവിധ കൗണ്ടറുകളിൽ ഇപ്പോൾ ഫാർമസി പോകും, ലാബ്, അതുപോലെ തന്നെ സ്കാനിങ്, എക്സ്റേ, ഏത് കൗണ്ടറിൽ പോയി കഴിഞ്ഞാലും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആ സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ആ ഭാരിച്ച ഹോസ്പിറ്റൽ ബില്ല് മുഴുവനായിട്ടും ആ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി വഹിക്കുമായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം. അതായത് ഭാരിച്ച ഹോസ്പിറ്റൽ ബില്ലുകളിൽ നിന്നും വരുന്ന ഒരു പരിരക്ഷ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ലഭ്യമാക്കുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് സൗജന്യമായി ലഭിക്കുമോ? ഇല്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം. എങ്കിലും പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത്, അതുപോലെ തന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, RSBY എന്ന് പറഞ്ഞ വിവിധ ഗവൺമെന്റ് പദ്ധതികൾ പ്രകാരം സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടെങ്കിലും നിലവില് ഈ ഒരു പദ്ധതിയിലേക്കും പുതിയതായിട്ട് ആളുകളെ വ്യാപകമായി ചേർക്കുന്നില്ല. വളരെ അത്യപൂർവമായിട്ട് നമ്മുടെ ഒരു എക്കണോമിക് സർവേയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പ്രൈം മിനിസ്റ്ററുടെ ലെറ്ററൊക്കെ വീട്ടിൽ വന്ന് വളരെ അപൂർവ ആളുകൾക്ക് മാത്രം ഈ ഒരു സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ പുതിയതായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും വ്യാപകമായിട്ട് ഇപ്പോൾ അത് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ രോഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ? സാധാരണ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ എടുത്ത അന്ന് മുതൽ തന്നെ നമുക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിച്ചു തുടങ്ങും. കാരണം അപകടം മൂലം നമുക്കൊരു ഹോസ്പിറ്റൽ വാസം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള പരിരക്ഷ അന്ന് മുതൽ തന്നെയുണ്ട്. പക്ഷേ രോഗങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്ത് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക്, അതായത് 30 ദിവസം കഴിഞ്ഞാലാണ് പരിരക്ഷ ലഭിച്ചു തുടങ്ങുക. എങ്കിലും ചില അസുഖങ്ങൾക്ക് 2 വർഷം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്തതായിട്ടുണ്ട്. അതായത് ഇൻഷുറൻസ് എടുത്ത ആദ്യത്തെ 2 വർഷം നമുക്ക് എന്തുണ്ടാവില്ല, ചില അസുഖങ്ങൾക്ക് മാത്രം പരിരക്ഷ ഇല്ലാത്തതുണ്ട്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പൈൽസ്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട ഫൈബ്രോയിഡ് അസുഖങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വെരിക്കോസ് വെയിന്, സ്റ്റോണ്, അത്തരം അസുഖങ്ങൾക്ക് മാത്രം ആദ്യത്തെ 2 വർഷം ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാവില്ല. ബാക്കി ഏത് അസുഖങ്ങളായി കഴിഞ്ഞാലും 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് ആർക്കെല്ലാം എടുക്കാം? നിലവിൽ എല്ലാ ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. പക്ഷേ 65 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീമിയം വളരെ ഹൈക്കാവും. പിന്നെ എല്ലാ പ്ലാനുകളൊന്നും അവർക്കില്ല. ചില കമ്പനികളിൽ 60 കഴിഞ്ഞാൽ തന്നെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഇൻഷുറൻസ് എടുക്കാം. പക്ഷേ പ്രായം കൂടുന്നതിനനുസരിച്ച് റിസ്കി എലമെന്റ് കൂടുന്നത് കൊണ്ട് തന്നെ പ്രീമിയം റേറ്റും കൂടും പ്രായം കൂടുന്നതിനനുസരിച്ച്. ഹെൽത്ത് ഇൻഷുറൻസുമായി എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്, അതിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. ഞങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് പറയാം: 9895449615.